2026 കേരളത്തിന്റെ പുതിയ മന്ത്രിസഭ ഭരണത്തിലേറുമ്പോൾ ഏറെ പ്രതീക്ഷയോടുകൂടിയിട്ടാണ് PSC ഉദ്യോഗാർത്ഥികൾ അതിനെ കണ്ടത്. എന്നാൽ ഇന്ന് കേരള നിയമസഭയിൽ ധവളപത്രം അവതരിപ്പിച്ചപ്പോൾ അതിലൊരു പ്രസ്താവന ഇങ്ങനെയാണ്: വിരമിക്കൽ പ്രായം ഉയർത്തണമെന്ന് ധവളപത്രത്തിൽ നിർദ്ദേശമുണ്ട്. കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ ഇന്നത്തെ മുഖ്യമന്ത്രി എന്നത് പ്രതിപക്ഷ നേതാവ് പ്രായപരിധി ഉയർത്തുന്നത് PSC ഉദ്യോഗാർത്ഥികളോട് ചെയ്യുന്ന അനീതിയാണ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ അതേ സർക്കാർ ഭരണത്തിലേക്ക് വരുമ്പോൾ, അതേ ആളുകൾ ഭരണത്തിലേക്ക് വരുമ്പോൾ തികച്ചും നിഷേധാത്മകമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമാണ്, ഒരുപാട് വേദനയുണ്ടാക്കുന്ന കാര്യവുമാണ്. ഇതിനു മുമ്പ് ഒന്ന് രണ്ട് പത്രക്കുറിപ്പുകൾ വന്നിരുന്നു. ഒന്ന്, DA കുടിശ്ശിക പൂർണ്ണമായി നൽകും, പെൻഷൻ പ്രായം ഉയർത്തിയേക്കും എന്നുള്ള രീതിയിൽ ഒരു വന്നു. മംഗളം പത്രത്തിന്റെ ജൂൺ മാസം 1-ാം തീയതി 2026 ജൂൺ മാസം 1-ാം തീയതി പത്രക്കുറിപ്പിലും ഇതേ കാര്യം തന്നെ വന്നു. DA കുടിശ്ശിക പൂർണ്ണമായി നൽകും, പെൻഷൻ പ്രായം ഉയർത്തിയേക്കും എന്നുള്ളത് അന്നേ സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷേ ഈ സർക്കാർ ഒരിക്കലും അത്തരത്തിലുള്ള നടപടിയിലേക്ക് പോകാൻ സാധ്യതയില്ല, കാരണം അങ്ങനെ ചെയ്യില്ല എന്നുള്ളതാണ് ഇതിനു മുമ്പ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നത്തെ ധവളപത്രം ഇതാണ്. ഈ ധവളപത്രത്തിന്റെ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ ഫിസ്ക്കൽ ഹെൽത്ത് സ്റ്റാറ്റസ് റിപ്പോർട്ട് എന്ന് പറയുന്നതിന്റെ 151-ാമത്തെ പേജിൽ സാലറീസ്, പെൻഷൻ ആൻഡ് റിട്ടയർമെന്റ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൽ ഇങ്ങനെയാണ് പറയുന്നത്, തുടക്കത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: സ്റ്റേറ്റ് സ്പെൻഡ്സ് ഓൾമോസ്റ്റ് 80% ഓഫ് ഇറ്റ്സ് റിസോഴ്സസ് ഓൺ സാലറി, പെൻഷൻ, ഇൻട്രസ്റ്റ്. അതായത് ഗവൺമെന്റിന് ലഭിക്കുന്ന വരുമാനത്തിന്റെ ഏതാണ്ട് 80% പോകുന്നത് സാലറിയിലേക്കും പെൻഷനിലേക്കുമാണ് എന്ന് കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. ശരി, പക്ഷേ ഇതിൽ താഴോട്ട് വരുമ്പോൾ ഒരുപാട് റെക്കമെൻഡേഷനുകളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഇങ്ങനെയാണ് പറയുന്നത്, നോക്കിയേ: Besides, the state will save retirement benefits of 6,000 crore with each increase in the age of retirement by 1 year. അതായത് റിട്ടയർമെന്റ് ഏജ് ഇൻക്രീസ് ചെയ്യണമെന്നുള്ള ഒരു നിർദ്ദേശത്തിലേക്ക് പോവുകയാണ്. അതേപോലെ തന്നെ പറയുന്നുണ്ട്, പേ കമ്മീഷൻ വരേണ്ടത് 10 വർഷത്തിൽ ഒരിക്കലാണ് എന്നുള്ള നിലയിലും ഒരു വിശദീകരണത്തിലേക്ക് പോവുകയാണ്, ഒരു നിർദ്ദേശത്തിലേക്ക് പോവുകയാണ്. ഇത്തരത്തിൽ പെൻഷൻ പ്രായം ഉയർത്തിയാൽ എന്താണ് സംഭവിക്കുക? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കറിയാം. നമ്മൾ ഒരുപാട് പ്രതിഷേധങ്ങൾ ഇതിന്റെ ഭാഗത്ത് നിന്ന് കണ്ടതാണ്. അതായത് റിട്ടയർമെന്റ് ഏജ് കൂട്ടിയാൽ സംഭവിക്കാൻ പോകുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കേണ്ടുന്ന റിട്ടയർമെന്റ് വേക്കൻസികൾ കൃത്യമായി ലഭിക്കാതെയാവും. അതായത് LD പോലെ വരാനിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ ഒരുപാട് നോട്ടിഫിക്കേഷനുകൾ വരുന്നുണ്ട്. അപ്പൊ അതില് വരാനിരിക്കുന്ന ഒരുപാട് റിട്ടയർമെന്റ് ഏജുകൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അത് പ്രതീക്ഷയോടുകൂടി നിലവിലത്തെ റാങ്ക് ലിസ്റ്റിലുള്ളവർ കാണുന്നുണ്ട്, ഇനി പഠിക്കാനിരിക്കുന്നവർ കാണുന്നുണ്ട്. അപ്പൊ അവർക്ക് കൃത്യമായി വേക്കൻസികൾ ലഭ്യമാകാത്ത, അല്ല എങ്കിൽ റിട്ടയർമെന്റ് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാത്തൊരവസ്ഥയിലേക്ക് വരുന്നു, ബെനിഫിറ്റുകളിൽ വ്യത്യാസങ്ങൾ വരുന്നു. അപ്പൊ അതിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഉദ്യോഗാർത്ഥികൾ തികച്ചും ആശങ്കയിലേക്ക് പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും ഇത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അധികാരി വർഗം ഇത് കാണണം. ഇത് ഇപ്പം ധവളപത്രത്തിൽ പറഞ്ഞു എന്നുള്ളത് ഒരിക്കലും ഫൈനൽ ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആയിട്ടല്ല, അല്ലെങ്കിൽ ഫൈനൽ അപ്രൂവൽ ആയിട്ടല്ല. ഇനിയും ബഡ്ജറ്റ് വരാനിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ കണ്ടും പോകുന്നത് ബഡ്ജറ്റിലേക്കാണ്. കാരണം ബഡ്ജറ്റിലായിരിക്കും നടപ്പിലാക്കാൻ പോകുന്ന ഒരു നിർദ്ദേശത്തെ പറ്റിയിട്ട് ഒരു വിശദീകരണം ഉണ്ടാവുക. അപ്പൊ അതിലും പെൻഷൻ പ്രായം കൂട്ടും എന്നുള്ള നിലയിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും അത് ഒരു ആശങ്കാജനകമാകുന്ന കാര്യത്തിലേക്ക് പോകും. അത് നടപ്പിലായാൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് അതൊരുപാട് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമായി തീരും. അപ്പൊ തീർച്ചയായിട്ടും ഇത് അധികാരി വർഗങ്ങളിലേക്ക് എത്തണം. നിങ്ങൾക്ക് കഴിയുന്ന പോലെ ഈ വീഡിയോ അവരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാം. ഒരു കാരണവശാലും ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന, അല്ലെങ്കിൽ ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾക്ക് നഷ്ടമുണ്ടാകുന്ന നിലയിൽ പ്രവർത്തിക്കാൻ പാടില്ലാത്തതാണ്. മറ്റ് അനുബന്ധ മാർഗങ്ങൾ അതിന് സ്വീകരിക്കേണ്ടതാണ് എന്നുള്ളത് മാത്രമാണ് സൂപ്പർ നോട്ട്സിനും ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളുടെ പക്ഷത്ത് നിന്ന് ഗവൺമെന്റ് ഒരു തീരുമാനത്തിലേക്ക് എത്തണമെന്നുള്ള നിർദ്ദേശം തന്നെയാണ്, അഭിപ്രായം തന്നെയാണ് ഈ കാര്യത്തിൽ ഉദ്യോഗാർത്ഥികളുടെ പക്ഷത്ത് നിന്ന് സൂപ്പർ നോട്ട്സിനെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. വേറെ ഒന്നും പറയാനായിട്ടില്ല. ഈ ഒരു കാര്യം ഇത് ഓർത്ത് നിങ്ങൾ പാനിക് ആവരുത്. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറെ അധികം ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പാനിക് ആവരുത്. ഇങ്ങനെ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ തീരുമാനം ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്താം എന്നുള്ളതാണ് സൂപ്പർ നോട്ട്സിനും നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറിപ്പോകരുത്. ഇതേപോലെയുള്ള വാർത്തകൾ കാണുമ്പോൾ നിങ്ങൾ പാനിക് ആവരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. ഡിഗ്രി പ്രിലിംസിന്റെ പരീക്ഷ നടക്കാനിരിക്കുകയാണ്, മറ്റൊരുപാട് പരീക്ഷകൾ നടക്കാനുണ്ട്. ഒരിക്കലും നിങ്ങൾ അതിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കരുത്. നമുക്ക് കഴിയുന്നതൊക്കെ ഇതിനെതിരെയായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യങ്ങളിലേക്കൊക്കെ, നമുക്ക് നിർദ്ദേശങ്ങളിലേക്കൊക്കെ പോകാം. സമാധാനപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ഇത് തികച്ചും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു നിർദ്ദേശമാണ് എന്നുള്ളതാണ് പറഞ്ഞു വെക്കാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് ഇടാനായിട്ട് ശ്രമിക്കാം. അത് ഒരുപാട് ആളുകളിലേക്ക് എത്തട്ടെ, അവരും അധികാരി വർഗങ്ങളിലേക്ക് കൂടി എത്താനായിട്ട് സാധിക്കട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത്.